Hello, my dear students. Welcome back to Winpoint online classes. It's me, Sidi Shabil. Today we are discussing about the chapter Current Electricity. Current Electricity എന്ന് പറയുന്ന പ്ലസ് ടുവിലെ മൂന്നാമത്തെ ചാപ്റ്ററിനെയാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു 16 ടോപ്പിക്സ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഓരോ ടോപ്പിക്കുകളും നന്നായിട്ട് മനസ്സിലാക്കിയെടുത്താൽ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനും അതേപോലെ ബോർഡ് എക്സാമിനുമുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് വി ക്യാൻ ഗോ ടു ദ ഫസ്റ്റ് ടോപ്പിക്. ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക്, ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, റെഡി? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ദ ഇലക്ട്രിക് കറണ്ട്? എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്? ഇലക്ട്രിക് കറണ്ടിനെ പറയുന്നതിന് മുന്നേ വാട്ട് ഈസ് ദ കണ്ടക്ടർ? എന്താണ് കണ്ടക്ടർ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ സർക്യൂട്ട്? വാട്ട് ഈസ് ദ സെൽ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വെച്ചതാണ്. സപ്പോസ് ഇത് ഒരു കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചോ. ദെൻ tell me, what is a conductor? Conductor is anything which will allow to pass the electricity through it. ഇലക്ട്രിസിറ്റിയെ അതിനുള്ളിലൂടെ കടത്തിവിടുന്ന ഏത് വസ്തുക്കളെയും ഏത് ഒബ്ജക്റ്റുകളെയും നമ്മൾ വിളിച്ച പേര് കണ്ടക്ടറുകൾ എന്നാണ്. സോ മൈ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് എ കണ്ടക്ടർ when what is the current actually? കറണ്ടിനകത്ത് ആരാണുള്ളത്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കറണ്ടിനകത്ത് ചാർജാണ് അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഏത് ചാർജാണ് കറണ്ടിനകത്തുള്ളത്? നെഗറ്റീവ് ചാർജാണ് അല്ലേ? അപ്പം നെഗറ്റീവ് ചാർജ് ആർക്കാണുള്ളത്? ഇലക്ട്രോണുകൾക്കാണ്. അപ്പം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് കറണ്ടിനകത്തുള്ളത്. അപ്പം ഒന്നാമത്തെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയറായി. എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ ആരാണ്? ചാർജാണ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പം ദ ഫ്ലോ ഓഫ് ദി നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് പറയാം. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ ഫ്ലോയെ, ഒഴുക്കിനെ നമ്മൾ വിളിച്ച പേരാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഐ എന്നാണ്. ഐ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. എങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്തുകൂടി ചാർജിൻ്റെ ഒഴുക്കല്ലേ? അപ്പോൾ ചാർജിൻ്റെ, ഏത് ചാർജിൻ്റെ ഒഴുക്ക? നെഗറ്റീവ് ചാർജിൻ്റെ ഒഴുക്കല്ലേ? അപ്പോൾ നമുക്ക് പറയാം, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ചാർജ് ഓർ ഇലക്ട്രിക് കറണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയാം, ദ ഫ്ലോ ഓഫ് ദി ചാർജ് ഫോർ എ യൂണിറ്റ് ടൈം ഓർ യൂണിറ്റ് ടൈം. ഓക്കെ, ഒരു യൂണിറ്റ് സമയത്തിൽ ഒഴുകുന്ന ചാർജിൻ്റെ ഫ്ലോയെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, കറണ്ട് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? ക്യൂ ബൈ ടി. ആരാണ്? ക്യൂ ബൈ ടി. ദ ഫ്ലോ ഓഫ് എ ചാർജ് ഫോർ എ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് കറണ്ട് എന്ന് പറയാം. അപ്പോൾ നോക്ക്, കറണ്ട് എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി അല്ലേ? അപ്പം ക്യൂ എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ ഏത് ചാർജാ? നെഗറ്റീവ് ചാർജുള്ള ആരാണ്? ഇലക്ട്രോൺ ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ഇലക്ട്രോൺ ബൈ ടി അല്ലേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ടൈം, NE ബൈ ടി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതേപോലെ നമുക്ക് റൊട്ടേഷണൽ അല്ലെ, ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെ, റിവോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാം ഇ ബൈ ക്യാപിറ്റൽ ടി. എന്താണ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ? ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ആണ്. ഓക്കെ, അതേപോലെ മറ്റൊരു ഇക്വേഷനും കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം 1/t എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ആണ് അല്ലേ? ന്യൂ ഫ്രീക്വൻസി ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇ ഇൻറ്റു ന്യൂ എന്ന് പറയുന്നതും കറണ്ടുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്. അപ്പം നിങ്ങൾ കറണ്ടുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ, ദ ഫസ്റ്റ് വൺ ക്യൂ ബൈ ടി, ദ സെക്കൻഡ് വൺ ക്വാണ്ടിസേഷൻ ഓഫ് ദി ചാർജ് ദാറ്റ് ഈസ് NE ബൈ ടി, the third one rotation motion of the electron like that. അങ്ങനെ
റൊട്ടേറ്റിംഗ് മോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് E/T. ദെൻ നെക്സ്റ്റ് E ഇൻറ്റു ന്യൂ, ബിക്കോസ് 1/T ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി E ഇൻറ്റു ന്യൂ. ദെൻ ഇനി കറണ്ടുമായി നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ടത് മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ് കറണ്ടിൻ്റെ യൂണിറ്റ്? ആംപിയർ ആണ്. മറ്റൊരു യൂണിറ്റും കൂടി നമുക്ക് പറയാം. ഇറ്റ് ഈസ് ആംപിയർ ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അനദർ യൂണിറ്റ് ഓൾസോ വി ക്യാൻ സേ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് what is the unit of charge? Coulomb per second also is the unit of current. Okay, so അപ്പോൾ കറണ്ടിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയോ? എന്താ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ദി നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിനകത്തുള്ളത് ചാർജാണ്. ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ ഫ്ലോയെ നമ്മൾ വിളിച്ച പേരാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. I is equal to Q/T, I is equal to Ne/T, I is equal to capital E/T, I is equal to E into nu. ഇത്രയും ഇക്വേഷനുകളാണ് കറണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ 16 ടോപ്പിക്കുകളിലെ ഒന്നാമത്തെ ടോപ്പിക്ക് നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്തായിരുന്നു ഒന്നാമത്തെ ടോപ്പിക്ക്? ഇലക്ട്രിക് കറണ്ട്. രണ്ടാമത്തെ ടോപ്പിക്ക് ഓംസ് ലോ എന്ന് പറയുന്ന നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ വെച്ച് പഠിച്ചു വെച്ച അതേ ടോപ്പിക്കാണ്. വാട്ട് ഈസ് ദ ഓംസ് ലോ? ഓക്കെ, സോ ഓംസ് ലോയെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യപ്പെടുന്ന സമയത്ത്, ഓംസ് ലോയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആദ്യം വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ഓർമ്മയുണ്ടാകണം. വാട്ട് യു മീൻ ബൈ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഫ്ലോ ഓഫ് ദി കറണ്ട്. കറണ്ട് ഒഴുകാനുള്ള റീസണിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ കറണ്ട് ഒഴുകുള്ളൂ. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകളിൽ ഉണ്ടാകുന്ന കറണ്ടിലെ ഡിഫറൻസിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ രണ്ട് എൻഡുകളിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. സോ ഫ്രം ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഫ്ലോ ഓഫ് ദി കറണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഓംസ് ലോ എന്ന് പറയുന്നത്? ഓംസ് ലോയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെയിൻ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് മെക്കാനിക്കൽ സ്ട്രെയിനിലും ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് പാസ്ഡ് ത്രൂ ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ മാത്തമാറ്റിക്കലി വി ക്യാൻ റൈറ്റ് V directly proportional to I. What is the Ohm's law? At constant temperature and mechanical strain. അതാണ് ഞാൻ അടുത്ത ഭാഗങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യും. At constant temperature and mechanical strain, the voltage or potential difference across a conductor is directly proportional to the current flowing through the conductor. കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. What do you mean by this? When the potential difference increases, current also increases. Potential difference increase ചെയ്യുമ്പോൾ കറണ്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നുള്ള കൺസെപ്റ്റാണ്. When the potential difference decreases, current also decreases. ഇതാണ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. V proportional to I. പണ്ട് മുതലേ പ്രൊപ്പോർഷനാലിറ്റിയെ ഇഷ്ടമില്ലാത്തവരാണ് നമ്മൾ. വലിച്ചെറിയണം പ്രൊപ്പോർഷനാലിറ്റിയെ, എന്നിട്ട് ഇക്വാലിറ്റി സൈന് കൊടുക്കണം. ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ് കോൺസ്റ്റന്റ് ഹു ഈസ് ദ റെസിസ്റ്റൻസ്. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിച്ച പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയും. R into I. So V is equal to R into I ആണ്. From here you can see resistance that is constant. Resistance that is constant. അതേപോലെ നമുക്കറിയാം, സപ്പോസ് വി ആർ റെപ്രസെൻറ്റിംഗ് ദ ഗ്രാഫ് ഓഫ് ദി വോൾട്ടേജ് അക്രോസ് ദ കറണ്ട്. വോൾട്ടേജിനും കറണ്ടിനും അക്രോസ് ആയിട്ടുള്ള എന്ത് വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇറ്റ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് y axis. Suppose I am representing the voltage at y axis and current at x axis. Then how will be the graph? എങ്ങനെയായിരിക്കും ഗ്രാഫ് എന്ന് പറയുന്നത്? What you mean by V proportional to I?
വി എന്താണോ അതിന് പ്രൊപ്പോർഷണലായിട്ട് ഐയുമായിരിക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, V0 ആണെങ്കിൽ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ അടുത്തത് എങ്ങനെയാണ് വരിക? ഇങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും. V പ്രൊപ്പോർഷണൽ ടു I. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് എടുക്കാൻ. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? Y ആക്സിസ് അല്ലെങ്കിൽ ടാൻ തീറ്റയാണ് സ്ലോപ്പ്, അല്ലെ? സ്ലോപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു tan theta that is equal to y axis, അല്ലെ? ഇതാണ് tan theta എങ്കിൽ y axis divided by x axis ആണ്, that is equal to v by I, that is equal to r. From here you can expect a question, what is the slope of the Ohm's law? എന്താണ് Ohm's lawയുടെ സ്ലോപ്പ് എന്ന് ചോദിക്കുമ്പോൾ that is resistance. അതെന്താണ്? റെസിസ്റ്റൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, റെഡി? അപ്പം നമ്മൾ പഠിച്ചു വെച്ചത് എന്താണ് Ohm's law എന്ന് പഠിച്ചു. അതേപോലെ ഓംസ് ലോയുടെ ഡെഫിനിഷൻ പഠിച്ചു, ഓംസ് ലോയുടെ ഗ്രാഫ് പഠിച്ചു, ഓംസ് ലോയുടെ സ്ലോപ്പ് എടുക്കാൻ നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ഓംസ് ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയണം. സോ 16-ൽ രണ്ടാമത്തതും നമ്മൾ പഠിച്ചു. അപ്പോൾ ഒന്നാമത്തത് എന്തായിരുന്നു? ഇലക്ട്രിക് കറണ്ടിൻ്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു. 2 ഓംസ് ലോയുടെ കംപ്ലീറ്റ് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓംസ് ലോ ഇല്ലേ? അപ്പോൾ ഓംസ് ലോയിൽ 2 തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. ഒന്ന് ഏതാ? ഓമിക് മെറ്റീരിയൽ ആണ്, മറ്റൊന്ന് നോൺ ഓമിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ ഓമിക് കണ്ടക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഓമിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദ കണ്ടക്ടേഴ്സ് ഓർ ദി മെറ്റീരിയൽ വിച്ച് ഒബേ ദ ഓംസ് ലോ. ഓംസ് ലോയെ ഒബേ ചെയ്യപ്പെടുന്ന എല്ലാ മെറ്റീരിയലിനെയും നമ്മൾ പറയുന്ന പേര് ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ഓമിക് മെറ്റീരിയൽ എന്നാണ്. എന്നാൽ ദ മെറ്റീരിയൽസ് വിച്ച് ഡസ് നോട്ട് ഒബേ ദ ഓംസ് ലോ ഈസ് കോൾഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓംസ് ലോയെ ഒബേ ചെയ്യപ്പെടാത്ത കണ്ടക്ടേഴ്സിനെ വിളിച്ച പേരാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഓംസ് ലോ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. എന്തുകൊണ്ടാണ് ഓംസ് ലോ യൂണിവേഴ്സൽ ലോ ആയിട്ട് മാറാത്തത്? റീസൺ ഇത് തന്നെയാണ്. ഓംസ് ലോ ഒരു കാരണവശാലും എല്ലാ മെറ്റീരിയലിനും എന്തല്ല ഒബേ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഗ്രാവിറ്റേഷണൽ ലോ യൂണിവേഴ്സൽ ലോ ആയിരുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് എല്ലാത്തിനും അതെന്തായിരുന്നു? ഒബേ ആയതുകൊണ്ടാണ്. ഓക്കെ, റെഡി? സോ ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, വൈ ദ ഓംസ് ലോ നോട്ട് കംസ് അണ്ടർ ദ യൂണിവേഴ്സൽ ലോ? എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ലോയിലെ അടിയിൽ നമ്മുടെ ഓംസ് ലോ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയണം, ഓംസ് ലോ ഡസ് നോട്ട് ഒബേ ദ ഓൾ പാർട്ടിക്കിൾ ഇൻ ദ വേൾഡ്, ഓൾ മെറ്റീരിയൽ ഇൻ ദ വേൾഡ്. ഈ ഭൂലോകത്തെ എല്ലാ പാർട്ടിക്കിളും എല്ലാ മെറ്റീരിയലും ഒബേ ചെയ്യുന്നില്ല ഓംസ് ലോ എന്നുള്ളതാണ്. ഓക്കെ, റെഡി? അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നെക്സ്റ്റ് വി ക്യാൻ സി, നമ്മളിപ്പോൾ 2 ടോപ്പിക് കവർ ചെയ്തു. ഇനി മൂന്നാമത്തെ ടോപ്പിക് എണ്ണി പഠിച്ചു വെച്ചോ. ഈ ടോപ്പിക്കുകൾ ഓരോന്നായി ക്ലിയർ ചെയ്യുന്നതോടുകൂടി കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പുഷ്പം പോലെ പഠിച്ചു തീർക്കാൻ സാധിക്കും. സോ ലിസൺ, മൂന്നാമത്തെ ടോപ്പിക് ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, R എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ട്. റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, കറണ്ട് എപ്പോഴും വില്ലനാണല്ലേ. ഏത് വലിയ മനുഷ്യനെയും വിറപ്പിക്കാൻ കഴിയുന്നവനാണ് ആര്? കറണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഞാൻ വലിയവനാണെന്ന് പറയുമ്പോഴും ഇലക്ട്രിക് കറണ്ടിനെ ശരീരത്തിലേക്ക് കുത്തിവെച്ചാൽ ഷോക്കടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവാറില്ല. സോ നമുക്ക് പറയാം, വില്ലനാണ് ഇലക്ട്രിസിറ്റി എങ്കിൽ വില്ലനെ തളക്കാൻ ഏത് സിനിമയിലും ഒരു സൂപ്പർ സ്റ്റാർ ഉള്ളതുപോലെ നമുക്കറിയാം, ഏത് സിനിമയിലും വില്ലൻ ഉണ്ടെങ്കിൽ അവനെ തളയ്ക്കാൻ, ഇടിച്ചു നിരത്താൻ, പിടിച്ചു വെക്കാൻ, അടിച്ചു വീഴ്ത്താൻ സിനിമയിൽ സൂപ്പർ സ്റ്റാർ ഉള്ളതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ വില്ലനായി ഓടിക്കളിക്കുന്ന കണ്ടക്ടർ കണ്ടാൽ പാഞ്ഞു കയറുന്ന കറണ്ടിനെ പിടിച്ചു വെക്കാൻ, തടഞ്ഞു വെക്കാൻ, റെസിസ്റ്റ് ചെയ്യാൻ, ഓപ്പോസ് ചെയ്യാൻ നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയും. സോ റെസിസ്റ്റൻസ് വിൽ ഓപ്പോസ് ദ ഇലക്ട്രിസിറ്റി, റെസിസ്റ്റൻസ് വിൽ റെസിസ്റ്റ് ദ ഇലക്ട്രിസിറ്റി, റെസിസ്റ്റൻസ് വിൽ കൺട്രോൾ ദ ഇലക്ട്രിസിറ്റി. സോ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്? Resistance is the opposition offered by a material of a conductor, current passing through it. ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യപ്പെടുന്ന കറണ്ടിന് അക്രോസ് ആയിട്ട് ആ കണ്ടക്ടർ തന്നെ റെസിസ്റ്റ് ചെയ്യുന്ന, ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്യപ്പെടുന്ന മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയും. സോ റെസിസ്റ്റ് വിൽ ഓപ്പോസ് ദ ഇലക്ട്രിസിറ്റി. ബൈ ദ യൂസ് ഓഫ് ദി റെസിസ്റ്റൻസ് നെറ്റ് കറണ്ട് വിൽ ബി ഡിക്രീസസ്. ഫ്രം ഹിയർ, ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, R ഈസ്
inversely proportional to I. R is inversely proportional to I. റെസിസ്റ്റൻസും കറണ്ടും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വാട്ട് യു മീൻ ബൈ ദീസ്? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങൾ ഇത് കാണുക. when the current decreases, resistance will be increases. കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് when the conductor that is contain large number of the electron, large number of the flow of the electron, then from there you can see that the resistance will very less. റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും എന്നുള്ള കൺസെപ്റ്റ്. ഇതാണ് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ മൊബൈൽ ഫോണിൽ ഹെഡ്ഫോൺ കുത്തിയാൽ ഉണ്ടാകുന്ന ഒരു ചിഹ്നം ഉണ്ടാവാറുണ്ട് മുകളിൽ. അതല്ലെങ്കിൽ ഹംപിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ട്. ഓം എന്ന് പറയുന്ന യൂണിറ്റ് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അറിയേണ്ടത്. സോ ഫ്രം ഹിയർ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കൺസെപ്റ്റുകൾ നമുക്ക് ആവശ്യമുണ്ടാകും. എന്താണ് റെസിസ്റ്റൻസ്? നമ്മൾ ഡിറൈവ് ചെയ്തു, ഡിഫൈൻ ചെയ്തു. ഇനി എങ്ങനെയാണ് റെസിസ്റ്റൻസും കറണ്ടും തമ്മിലുള്ള ബന്ധം? when the resistance increases, current will be decreases. that means both of them are inversely proportional. ഇതോടുകൂടി മൂന്നാമത്തെ ടോപ്പിക് ഈസ് ഓവർ. ഇനി നാലാമത്തെ ടോപ്പിക്കാണ്. ഇനി നമുക്ക് നോക്കാം നാലാമത്തെ ടോപ്പിക് എന്താണത്? ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഈ ഭൂലോകത്ത് ഏതേത് മെറ്റീരിയൽ എടുത്താലും ഇറ്റ് വിൽ ഹാവ് എ റെസിസ്റ്റൻസ്. അതിനെന്തുണ്ടാകും? റെസിസ്റ്റൻസ് ഉണ്ടാകും. ആ റെസിസ്റ്റൻസിന് ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് എ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ നാച്ചർ അനുസരിച്ച് ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഇരിക്കും. ബട്ട് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ? ലിസൺ, നോക്ക്. ഇത് ഒരു കണ്ടക്ടർ ആണ് അല്ലേ? ഇതൊരു കണ്ടക്ടർ ആണ്. ഇതൊരു കണ്ടക്ടർ ആണ്. പേര് എ എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് അനദർ കണ്ടക്ടർ. ഇത് മറ്റൊരു കണ്ടക്ടർ ആണ് ഓഫ് എ സെയിം മെറ്റീരിയൽ. ഒരേ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച രണ്ടാമത്തെ കണ്ടക്ടർ ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എ എന്ന് പറഞ്ഞാൽ കോപ്പർ ആണെങ്കിൽ ബി എന്ന് പറഞ്ഞാലും ആര് തന്നെയാ? കോപ്പർ തന്നെയാ. പിന്നെ എന്താ മാറ്റം? കണ്ണ് തുറന്ന് നോക്കിയേ, എന്ത് മാറ്റമാ രണ്ടും തമ്മിലുള്ളത്? ഇതിന് ലെങ്ത് കൂടുതലാണ് അല്ലേ? ഇതിന് എന്ത് കൂടുതലാണ്? ലെങ്ത് കൂടുതലാണ്. എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഏത് കണ്ടക്ടറിലൂടെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് പാസ് ചെയ്തത്? അപ്പം നമുക്ക് ആൻസർ കോമൺ ആയിട്ട് കടന്നു വരട്ടെ. കറണ്ട് കൂടുതൽ പാസ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കണം. എങ്കിൽ എവിടെയാണ് റെസിസ്റ്റൻസ് കുറവുള്ളത്? ഏത് കണ്ടക്ടറിലാണ് റെസിസ്റ്റൻസ് കുറവുള്ളത്? both of the conductor are made up of same material, but എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റെസിസ്റ്റൻസ് കുറവാണ്. അതെവിടെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ശ്രദ്ധിക്കുക, നോക്ക്. കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യാണ്. ഐ എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇയാൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും ഇല്ലേ? എന്നാ നോക്ക്, ഇതിൻ്റെ ലെങ്ത് അങ്ങോട്ട് കൂടിയപ്പോൾ ഇവിടുന്ന് പിടിച്ച് വലിക്കാൻ തുടങ്ങിയതാ. ഇവിടം വരെ പിടിച്ച് വലിച്ചത് സെയിമാ അല്ലേ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിനെ ഓപ്പോസ് ചെയ്യലാണ്. അപ്പം ഇവിടം വരെ ഓപ്പോസ് ചെയ്തത് കറക്റ്റാ, സെയിം ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടി സമയതാ പിടിച്ചു വെക്കുന്ന. അപ്പൊ പറ, ഏറ്റവും കൂടുതൽ പിടിച്ചു വെച്ചത് എവിടെയാ? ബിയില. അപ്പൊ എവിടെയാ റെസിസ്റ്റൻസ് കൂടുതൽ? ബിയില. അപ്പൊ എവിടെയാ കറണ്ട് കൂടുതൽ? എയില. എന്തുകൊണ്ട് എയിൽ കറണ്ട് കൂടുതലായി? പറ, എന്തുകൊണ്ട് എയിൽ കറണ്ട് കൂടുതലായി? എ എന്ന് പറയുന്ന കണ്ടക്ടറിന് ലെങ്ത് കുറവായതുകൊണ്ട്. ലെങ്ത് ഈസ് ലെസ് കമ്പയർ ടു ബി. സോ അതുകൊണ്ട് എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് ഈസ് ലെസ്. സോ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ എ ഈസ് മോർ. അപ്പം നമുക്ക് മനസ്സിലായി, ലെങ്ത് എന്ന് പറയുന്ന ഫാക്ടർ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഫാക്ടറാണ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ബി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ലെങ്ത് ഉള്ളത് കൊണ്ട്, ഒരുപാട് സമയം പോവേണ്ടത് കൊണ്ട് ഒരുപാട് റെസിസ്റ്റൻസും ഉണ്ടാകും. അതുകൊണ്ട് ആർ പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ലിസൺ ഹിയർ, മറ്റൊരു കണ്ടക്ടർ നോക്ക്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദി സെയിം മെറ്റീരിയൽ. ഇതും നിർമ്മിച്ചിരിക്കുന്നത് ഒരേ മെറ്റീരിയൽ കൊണ്ടാണ്. എങ്കിൽ എൻ്റെ ചോദ്യം,
ചോദ്യം. എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് എയും ഇത് ബിയുമാണെങ്കിൽ വിച്ച് കണ്ടക്ടർ ഹാസ് മോർ റെസിസ്റ്റൻസ്? ഏത് കണ്ടക്ടറിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ പറ, എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? ബിയിൽ എന്ത് കൂടുതലാണ്? ഏരിയ കൂടുതലാണ് അല്ലേ? ആ കണ്ണൊന്ന് ഉരുട്ടി നോക്ക്. ബിയിൽ എന്ത് കൂടുതലാണ്? ഏരിയ കൂടുതലാണ്. അപ്പം ലെങ്ത്തിൽ ഒരു മാറ്റവുമില്ല. പിന്നെ എന്തിലാ മാറ്റം? ഏരിയയിലാ മാറ്റം. അപ്പൊ കറണ്ട് ഉള്ളിലൂടെ പോകുമ്പോ നോക്ക്, കറണ്ട് ഉള്ളിലൂടെ പോകുമ്പോ പിടിച്ചു വലിക്കാൻ സൈഡിൽ ആളുകളുണ്ട്. പക്ഷേ എന്താ പ്രത്യേകത? കറണ്ട് പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചു വലിക്കും, കാരണം തട്ടി 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 കളിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ഒന്ന് തട്ടിയാലും ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോവാൻ കുറച്ച് വീതിയില്ലേ, കുറച്ച് വൈഡല്ലേ? അപ്പൊ നോക്ക്, ഇവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്താ ചെയ്യുക? കുറയുകയാ ചെയ്യുക. When the length is increases, resistance also increases. When the area increases, resistance decreases. So I can write, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും R proportional to ആരാടാ? L by A എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താടാ? ലെങ്ത് നീ കൂടുമ്പോ റെസിസ്റ്റൻസ് നീ കൂടണം. ലെങ്ത് കൂടുന്ന സമയത്ത് ആര് കൂടും? റെസിസ്റ്റൻസ് കൂടും അല്ലേ? അതേപോലെ R proportional to 1/A എന്ന് എഴുതാൻ പറ്റും. When the area increases, resistance will be decreases. Why? One is numerator and another one is denominator, inversely proportional. ഈ രണ്ടാറും ഒരാറല്ലേ? എങ്കിലാ ആറ് ഇതല്ലേ? ഈ രണ്ട് പ്രൊപ്പോർഷനാലിറ്റിയും ഒന്നല്ലേ? അപ്പൊ രണ്ട് പ്രൊപ്പോർഷനാലിറ്റി ഇട്ടു. എല്ലിന് പകരം എല്ല്, 1/Aക്ക് പകരം 1/A. ഇനി എന്താ ചെയ്യേണ്ടത്? R proportional to പറ, L into 1 നീ ആരാ? L by ആരാ? A. പണ്ട് മുതലേ ഇഷ്ടമില്ലാത്തവനെ ആരടാ? പ്രൊപ്പോർഷനാലിറ്റി എടുത്ത് ചവിട്ടിക്കൂട്ടി വലിച്ചെറിയടാ. R is equal to പുതിയ ഒരു രാജാവ് വരാൻ പോവാണ്. R is equal to പുതിയൊരു രാജാവ് വരാൻ പോവാണ്. അവന്റെ പേരെന്നതാണെന്നറിയോ? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഭീകരനാണ്, തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും എന്തല്ല? ഒന്നല്ല, രണ്ടും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചോ. R is equal to rho into L by A. R is equal to ആരാണ്? Rho into L by A. From here you can see, when the length that is increases, resistance increases. When the area increases, resistance decreases. So the first factor that depends on the resistance of a material, that is length. Another one is area. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സ്, അതിൽ നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. ദ ഫസ്റ്റ് വൺ, ഒന്നാമത്തേത് ആരായിരുന്നു? ലെങ്ത് അല്ലേ? ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്താ ചെയ്തത്? ഇൻക്രീസ് ചെയ്തത്. രണ്ടാമത്തേത് ആരായിരുന്നു? ഏരിയ അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി മൂന്നാമത്തേത് ആരാണ്? ടെമ്പറേച്ചർ. എന്താണ്? ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്തും എന്ത് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്? റെസിസ്റ്റൻസ്. അപ്പം കോമൺ ആയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. മറ്റൊന്ന് നാച്ചർ ഓഫ് എ മെറ്റീരിയൽ ആണ്. ഏതാണ്? നാച്ചർ ഓഫ് എ മെറ്റീരിയൽ. നാച്ചർ ഓഫ് എ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിൻ്റെ നാച്ചർ ഇവിടെ വെച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓംസ് ലോയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പലതവണ അടിവരയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസൺ എന്താന്ന് ചോദിച്ചാൽ, ടെമ്പറേച്ചർ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളവിടെ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ അതേപോലെ നാച്ചർ ഓഫ് മെറ്റീരിയൽ നമുക്കറിയാം. നാച്ചർ ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ നാച്ചറാണ്. സപ്പോസ് ഞാനൊരു കോപ്പറും എടുത്തു, ഒരു അയണും എടുത്തു. ഒരു കോപ്പറും എടുത്തു, ഒരു അയണും എടുത്തു. രണ്ടും ഡിഫറെൻ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അയണിനുണ്ടാകുന്ന റെസിസ്റ്റൻസ് ആയിരിക്കില്ല കോപ്പറിൻ്റെ റെസിസ്റ്റൻസ്, because they are different in nature of a material.
ആ രണ്ട് വസ്തുക്കളും ഡിഫറെൻ്റ് നാച്ചർ ആയതുകൊണ്ടാണ്. സോ ഫ്രം ഹിയർ യു ക്യാൻ സീ ദാറ്റ് വിച്ച് ആർ ദി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ. ദ ഫസ്റ്റ് വൺ ഈസ് ലെങ്ത്, സെക്കൻഡ് വൺ ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, തേർഡ് വൺ ഈസ് ടെമ്പറേച്ചർ, ദ ഫോർത്ത് വൺ ഈസ് നാച്ചർ ഓഫ് എ മെറ്റീരിയൽ. ഇനി നമുക്കിങ്ങനെ ഓരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് ഓരോന്ന് കടന്നു വരുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ക്ലിയർ ചെയ്ത് കറണ്ടിനെ കുറിച്ചും റെസിസ്റ്റൻസിനെ കുറിച്ചും റെസിസ്റ്റിവിറ്റിയെ കുറിച്ചും ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റെസിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ വരാനിരിക്കുന്ന ഓരോ ടോപ്പിക്കുകളും നമുക്ക് സിമ്പിളായിട്ട് മറികടക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ കോപ്പറേഷനും ഉണ്ടായിരിക്കണം. വിൻ പോയിന്റിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ വിഷസ്, നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ എൻട്രൻസ് എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതും ഏറ്റവും കൂടുതൽ ഡെപ്തായിട്ട് ചോദിക്കാറുള്ളതും പലർക്കും മാർക്ക് നഷ്ടപ്പെടാറുമുള്ളത് ഫിസിക്സിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തലല്ല, മറിച്ച് തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കൂടെ കൂടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വീട്ടിലിരുന്നു കൊണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ കൂടെ വിൻ പോയിന്റും ഞാനുമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.